Yes, Your Honor. എന്റെ കക്ഷി കക്ഷി പോകണം, ഇരിക്കണം, പിന്നെ പോലീസ് മനസ്സിലായി. നിങ്ങളുടെ കക്ഷി പോലീസ് കസ്റ്റഡിയിലാണ്, ബെയില് വേണം, അത്രയല്ലേ ഉള്ളൂ. വിക്കാണല്ലേ? എടോന്ന് മാറി, ഈ വിക്കനാണല്ലേ എനിക്ക് വാദിക്കാൻ കൊണ്ട് തന്നത്. വെച്ചിട്ടുണ്ട് അൻസാർ അലി ഖാൻ അല്ലേ? എന്താ നാക്കില്ലേ? സേ യുവർ നെയിം അലൗ. തനിക്കോ അതോ പുള്ളിക്കോ? ഇൻഷുറൻസ്. ഇൻഷുറൻസ്. വാട്ട് ഈസ് ദിസ് മിസ്റ്റർ ബാലകൃഷ്ണൻ? ഓ, വക്കീൽ ഇങ്ങനെ വാദിക്കുവാണെങ്കിൽ എനിക്ക് അടുത്ത കേസ് വിളിക്കാൻ പറ്റില്ല. മാഡം പ്രോസിക്യൂട്ടർ. Your Honor, enquiry against the accused is still in progress. എന്ത് എൻക്വയറി മാഡം? ഒരു പച്ചക്കറി കടയുടെ പുകമുറിയിൽ പഴുപ്പിക്കാൻ വെച്ചിരുന്ന 10 കൊലകൾ എടുത്തുകൊണ്ട് പോയി. അത് തടയാൻ ശ്രമിച്ച കടക്കാരന്റെ മേത്ത് അമേദ്യം തുണി കെട്ടിയിറങ്ങി. പിന്നെ അയാൾ പുറകെ വരാതിരിക്കാൻ അയാളുടെ സ്കൂട്ടറിന്റെ കാറ്റ് ഒഴിച്ചു വിട്ടു. ഇതിന്റെ കൂലങ്കഷമായ അന്വേഷണം എപ്പ തീരും മാഡം? അത് certain loose ends. So you admit there are loose ends. നഖം കടിക്കരുത്, എനിക്ക് ഇഷ്ടമല്ല. വക്കീല് വക്കീൽ ഒറ്റയ്ക്ക് കേസൊക്കെ നടത്താൻ തുടങ്ങിയല്ലോ. ഇതങ്ങനെ വലിയ കേസൊന്നും അല്ലല്ലോ. ആ ശരിയാ. അല്ലെങ്കിലും ഇയാളെ പോലെയുള്ള ആൾക്കാർക്കൊന്നും കൊണുള്ള വക്കീലന്മാരൊന്നും കിട്ടൂല. ഇതെന്തായാലും ഒരു നല്ല തുറക്കായിരിക്കട്ടെ. ശവം ഞാനാ. വക്കീൽ ഇനി അങ്ങോട്ട് ഒരുപാട് ബാധിക്കണം, വളരണം, വളർന്ന് പന്തലിക്കണം. ഒരുപാട് കാലം ഇനിയും മുന്നോട്ട് കിടക്കുമല്ലേ. ഓൾ ദ ബെസ്റ്റ്. യു മേ മൂവ് ബാക്ക്. Bail granted. വക്കീലെ, അകത്തോട്ടോ പുറത്തോട്ടോ? പുറത്തോട്ട്. നിനക്കെന്തേലും വേണോടാ? എനിക്ക് വേണം. എനിക്കൊന്നുമില്ലേ? കുറച്ച് മുടി എടുത്ത് കൊടുക്കടാ. ആഘോഷിക്ക്. ചായ ഉണ്ടെങ്കിൽ മാത്രമല്ല, കടുപ്പത്തിലൊന്നുമില്ല. ഈ കടുപ്പം മതിയോടാ, ഇല്ലെങ്കിൽ പറ, ഇനിയും കടുപ്പിക്കാം. ആരും ഇങ്ങോട്ടൊന്നും ഡിമാൻഡ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. ബാലവക്കീലേ, എന്നെ കേസ് ജയിപ്പിച്ച വക്കീല. ആളൊരു പുലിയാ, വിക്കുള്ളൊരു പുലി. വക്കീലെ, എന്താന്ന് വെച്ചാ വാങ്ങി കഴിക്ക്. ഉണ്ടംപുരിയോ ബോണ്ടയോ ബണ്ണോ. എനിക്കൊന്നും വേണ്ടാന്നല്ലേ? എനിക്കറിയാം, വക്കീല് നല്ല മനസ്സുള്ള ഒരാളാ. പടം കാണണോ? എനിക്ക് പടച്ചോനെ ഫഹദ് ഫാസിലിനെ കാണണോ? ഇനിയിപ്പോ ആലപ്പുഴ വരെ പോണല്ലോ. അത് കുഴപ്പമില്ല, നമുക്ക് പിള്ളേരെ വിടാം. വലിച്ചു കുരുട്ടി വണ്ടി കെട്ടി കൊടുക്കാം. കാശൊന്നും കൊടുക്കണ്ട, എന്റെ പേര് പറഞ്ഞാൽ മതി. എന്റെ ഫീസോ? ഫീസ് ഞാൻ തരില്ല. വകീൽ ആരെയാ വിളിക്കണേ? ACP വിൻസെന്റിനെ. വിളി. ആരെയാ? ACP വിൻസെന്റിനെ. എന്തിനാ? ഫീസ് കിട്ടിയില്ലെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. എന്റെ ക്ലോസ് ഫ്രണ്ടാ. ക്ലോസ് ഫ്രണ്ടിനെ വിളിച്ചെന്നെ ക്ലോസ് ആക്കരുത്. ഫീസ് എന്റെ കാശില്ല. പക്ഷെ മാസം 2000 രൂപ വാടക വരുന്നൊരു മുറി ഞാൻ വക്കീലിനെ അറേഞ്ച് ചെയ്ത് തരാം. എനിക്ക് മുറി വേണ്ട, ഫീസ് കാശായിട്ട് തന്നാ മതി. അങ്ങനെ പറയല്ലേ വക്കീൽ. വക്കീൽ ഇപ്പൊ താമസിക്കുന്ന മുറിയുടെ വാടക 6000 രൂപ അല്ലേ? മാത്രമല്ല, അതിൽ 2 മാസത്തെ വാടക കുടിശ്ശികയാണ്. എനിക്ക് എല്ലാം അറിയാം. 2000 രൂപ മുറിയുടെ വാടക എന്ന് പറഞ്ഞാൽ മാസം എന്താ ലാഭം? ഒരു 4000 രൂപ. 4000 രൂപ. അപ്പൊ ഒരു വർഷം എത്രയാ ലാഭം?
48,000. അതിന്റെ കൂടെ വക്കീൽ ഒരു 2,000 കൂടി ഇട്ട എത്രയായി? പറ പറ. 50,000. ഓ, അറിച്ചല്ലോ. വക്കീൽ എത്ര പെടുന്ന കാശാരനായത്. ഇങ്ങനെ ഒരു മുറി ഒപ്പിച്ചിരാൻ ഞാൻ വേണ്ടി വന്നില്ലേ? നമ്മളിത് ഉറപ്പിക്കുന്നു. അഡ്വാൻസ് ഒന്നുമില്ലല്ലോ. ഇല്ല, അവിടെ എല്ലാം റോക്കൻ സെറ്റിൽമെന്റാ. അപ്പൊ ഞാൻ രാവിലെ വന്ന് വക്കീലിനെ പിക്ക് ചെയ്യുന്നു ടു ദാറ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ്. നോക്കി നിൽക്കാതെ സാധനങ്ങൾക്ക് വേഗം ഇറക്ക്. ശരി വക്കീല് വാ. അങ്ങിതാ. എല്ലാത്തിനും വിളിച്ചോണ്ട് വാ. ഇതെന്താ പുസ്തകം മാത്രം എടുത്ത്? നിയമം കയ്യിലെടുക്കുന്ന എനിക്ക് ഇഷ്ടമാണ്. വാമോനെ മുത്തേ എന്തിനാണ് നീ എന്റെ അപ്പന്റെ മെക്കിട്ടേറുന്നേ? രാവിലെ തന്നെ എന്നെ കൊണ്ട് ടൂൾസ് എടുപ്പിക്കാതെ വിട്ട് പോടാ. എടുക്കടാ നിന്റെ ടൂൾസ്, എടുക്കടാ. നീ ഒന്ന് മിണ്ടാണ്ടിരിക്കണപ്പാ. അവന്റെ ഒരു ടൂൾസ് ഇവനെ ഞാനൊന്ന് ശരിയാക്കി തരാം. പോടാ. ഇത് ഞങ്ങളുടെ സ്ഥിരം കളിയാ അല്ലേ? ഇന്നത്തെ കളി കഴിഞ്ഞു. ഇനി സ്കൂളിൽ പോ. എന്നാ 20 രൂപ ഉച്ചയ്ക്ക് പഞ്ഞിമുട്ടായി വാങ്ങി കഴിച്ചോ. പോടാ. ഡെന്റിസ്റ്റ് ആവാൻ പഠിക്കുക. പോടാ. ഗുഡ് ബൈ. താൻ എന്താടോ ഗുണ്ടകളെ ഉണ്ടാക്കുന്ന മെഷീന്? വക്കീൽ, യു ആർ ലക്കി. വന്ന ദിവസം തന്നെ ചോര കണ്ടില്ലേ? നല്ല ബെസ്റ്റ് പ്ലേസ് ആയത്. ഇനിയും വെച്ചടി കയറ്റമായിരിക്കും. എന്താടാ പകച്ചു നിൽക്കുന്നത്? ആദ്യമായിട്ടാണ് ഈ മുഖത്ത് ചോര കാണുന്നത്. ആദ്യമായിട്ടാണ് എന്റെ പല്ല് മൂന്ന് കാണുന്നത്. സാധനം കൊണ്ട് അകത്ത് കയറും. നാട്ടുകാര് പല്ലെടുത്ത് ഞാൻ കുഞ്ഞായി പോവാവോ? ഇവനെന്താ വട്ടാണോ? പാവം പേടിച്ചു പോയി. ഇതാണ് എന്നെ പറ്റിയുള്ള പൊതുവികാരം. കൊച്ചോ? അത് കൊച്ചല്ലേ, വിവരമില്ല.